അക്ഷയ പുസ്തകനിധിയും ചേർത്തല ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജും സംയുക്തമായി സർഗസമീക്ഷ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും സംഘടിപ്പിച്ചു. പ്രതിഭാധനരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അക്ഷയ പുസ്തകനിധിയും ചേർത്തല ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജും സംയുക്തമായി സർഗസമീക്ഷ സാഹിത്യ ശില്പശാലയും പ്രതിഭാ സംഗമവും നടത്തി. ഹോപ്പ് കമ്മ്യൂണിറ്റി വില്ലേജിൽ നടന്ന സാഹിത്യ ശില്പശാലയുടെ ഉദ്ഘാടനം കവിയും മുൻ കേരള ചീഫ് സെക്രട്ടറിയുമായ വി.പി. ജോയ് നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറിയും അക്ഷയ പ്രസിഡന്റുമായ പായിപ്ര രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കഥാരചന, കവിതാരചന, പ്രസംഗം, പദ്യം ചൊല്ലൽ, ചിത്രകല, സംഗീതം, കാർട്ടൂൺ, പ്രകൃതി നിരീക്ഷണം, നാടൻപാട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ പായിപ്ര രാധാകൃഷ്ണൻ, ആർട്ടിസ്റ്റ് വി.സി. വാസുദേവ ശ്രീറാം. കഥാരചന, കവിതാരചന, പ്രസംഗം, പദ്യം ചൊല്ലൽ, ചിത്രകല, സംഗീതം, കാർട്ടൂൺ, പ്രകൃതി നിരീക്ഷണം, നാടൻപാട്ട് തുടങ്ങിയ വിഷയങ്ങളിൽ പായിപ്ര രാധാകൃഷ്ണൻ, ആർട്ടിസ്റ്റ് വി.സി. വാസുദേവ, ശ്രീറാം സുശീൽ, പ്രശാന്തി ചൊവ്വര, ഡോക്ടർ ഷാജു തോമസ്, കാർട്ടൂണിസ്റ്റ് ശത്രു തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. പ്രതിഭാ സംഗമത്തിൽ മികവുറ്റവർക്കുള്ള സാക്ഷ്യപത്ര പുസ്തക വിതരണവും വില്ലേജ് ഡയറക്ടർ ശാന്തിരാജ് കോളങ്ങടൻ നിർവഹിച്ചു. വെണ്ണയുണ്ടെങ്കിൽ നറുനെയ്യ് വേറിട്ട് കരുതേണമോ, കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം. അതാണ്, കള്ളന്മാരൊന്നും കണ്ടുകൊണ്ട് പോവുകയില്ല. അതാണ് കവി പറയുന്നത്. പുറം കണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. അംശുമാൻ എന്ന് വെച്ചാൽ സൂര്യൻ. അപ്പോൾ രാവിലെ നമ്മുടെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കാനായിട്ട് സൂര്യൻ വരുന്നു. പുറം കണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ. അകക്കണ്ണ് തുറപ്പിക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. നമ്മുടെ ഉള്ളിൽ അതുപോലെ ഒരു കണ്ണുണ്ട്. അത് തുറക്കണമെങ്കിൽ അധ്യാപകൻ വന്ന് നമ്മളെ അക്ഷരം പഠിപ്പിക്കണം. അക്ഷരം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറക്കും. അപ്പോൾ നമുക്ക് വെളിച്ചം, മനസ്സിൻ്റെ ഉള്ളിൽ വെളിച്ചം അറിയും. അപ്പോൾ വിളക്ക് കൈവശം കിട്ടിക്കഴിഞ്ഞാൽ ആ വിളക്കും പിടിച്ചുകൊണ്ട് നമ്മൾ ലോകത്തിലെവിടെ പോയാലും അവിടെയെല്ലാം പ്രകാശം വരും എന്ന് കവി പറയുന്നു. അതാണ് അക്ഷരത്തിൻ്റെ ഈ ഗുണം. അക്ഷരം ചേരുമ്പോൾ താളം കണ്ടുപിടിക്കാനായിട്ട്